ഇതുപോലെ ആദ്യം പോകുന്നത് തിരുനാവായിലേക്ക് തന്നെയാണ്. നാവാമുകുന്ദന്റെ നാട്ടിൽ കുംഭമേള തകർക്കുകയാണ്. ഇനി 2 ദിവസം കൂടിയുള്ളൂ. ഫെബ്രുവരി 3 സമാപിക്കുകയാണ്. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി. അവിടുത്തെ ഓരോ ചടങ്ങും, നിളാപൂജയും നിള ആരതിയും അടക്കമുള്ള ഓരോ ചടങ്ങും തത്സമയം തന്നെ ജനം TV സംപ്രേഷണം ചെയ്യുകയാണ്. പലരും അത് പരസ്യമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലാകെ മറ്റ് മാധ്യമങ്ങൾ വളരെ വിഷമിച്ച് മനസ്സോടെയൊക്കെ അവസാന നിമിഷം നിവൃത്തിയില്ലാതെ കവർ ചെയ്യുമ്പോൾ അവരുടെ യൂട്യൂബ് പേജിലും വരുന്ന കമൻറ്റുകൾ വളരെ രസകരമാണ്. ജനം TV കാണൂ എന്നാണ് കമൻറ്റുകൾ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി. കാരണം ഈ ഒരു പിന്തുണയാണ്, ഇതാണ് ഞങ്ങളുടെ ശക്തി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസം കൂടിയാണ് കേട്ടോ, തൈപ്പൂയമാണെന്ന്. അപ്പോൾ ഉത്സവം ഒക്കെ നടക്കുന്ന ദിവസമാണ്, വിശേഷപ്പെട്ട ഒരു ഞായറാഴ്ച കൂടിയാണ്. എന്തായാലും നമുക്ക് തിരുനാവായയിലെ വിശേഷങ്ങൾ കണ്ടറിഞ്ഞു വരാം. വിരാട് ഹിന്ദു സംഗമം. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം ഇനി 2 നാൾ കൂടി 3 വൈകിട്ടോടുകൂടി കുംഭമേള സമാപിക്കുകയാണ്. തൈപ്പൂയ ദിവസമായ ഇന്ന് മഹാഗണപതി ഹോമം, കാവടിയാട്ടം, ശ്രീചക്ര നവാവാരണ പൂജ എന്നിവ മഹാമാഘ മഹോത്സവത്തിൽ നടക്കുകയാണ്. ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ്. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നല്ല തിരക്കായിരിക്കും. എന്തായാലും നമുക്ക് അരുൺ ആലത്തൂരിലേക്ക് പോകാം. അരുൺ നമസ്തേ, ഗുഡ് മോർണിംഗ്. വളരെ വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. ജനം TVയിലൂടെ ഭക്തജന ലക്ഷങ്ങൾ, അതുപോലെ തന്നെ പ്രേക്ഷകർ ഈ കാഴ്ച കണ്ടതാണ്. ഇന്ന് തൈപ്പൂയ ദിവസവുമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ആഘോഷവും രാവിലെ മുതൽ തന്നെ. സാധാരണ ഈ കുംഭമേള അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം വളരെയധികം കളർഫുൾ ആകുന്നത് വളരെ വൈകിട്ടോടു കൂടിയാണ്, പോകുന്ന ഒരു നിമിഷമാണ് വൈകിട്ട്. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ഉണ്ട്, ആഘോഷമുണ്ട്. അരുൺ ആലത്തൂർ നമസ്തേ, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ, വിശേഷങ്ങൾ? ദീപ്ജി, രാഖി, നമസ്തേ, ഗുഡ് മോർണിംഗ്. മഹാമാഘ മഹോത്സവത്തിന് ഇനി പരിസമാപ്തി കുറിക്കാൻ 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ എല്ലാ ദിവസങ്ങളിലും വൈകിട്ടോടുകൂടി നിള ആരതിക്കാണ് ഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാറ് എങ്കിൽ ഇന്നിപ്പോൾ തൈപ്പൂയവും ഒപ്പം ഞായറാഴ്ചയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവധി ദിനമായതിനാലായിരിക്കണം ഞാൻ നിൽക്കുന്ന ഈ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്തെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിവിടെ നിന്നും ലൈവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ തിരക്കിനേക്കാൾ അധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 10 മടങ്ങ് തിരക്ക് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഇന്ന് ഈ മഹാമാഘ മഹോത്സവത്തിന് വൈകിട്ടോടാകുമ്പോഴേക്കും ജനലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും മഹാമാഘ മഹോത്സവത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒന്ന് ഞായറാഴ്ചയാണ്, അപ്പം പൗർണമിയാണ്, തൈപ്പൂയമാണ്, മാഘപൂർണിമയാണ്, പൂയം നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അത്യന്തം ശ്രേഷ്ഠമായ ശുഭയോഗങ്ങളാണ് ഇതൊക്കെ. വിവിധ വിശേഷ പൂജകളും ആചാരങ്ങളും ഒക്കെ ഇന്ന് നടക്കുമെന്നുള്ളതാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ഗണപതി ഹോമം, മഹാഗണപതി ഹോമം ആരംഭിച്ചിട്ടുണ്ട്. ആചാര്യൻ സൂര്യകാലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഈ മഹാഗണപതി ഹോമം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ദേവി ഭാഗവത പാരായണവും ലളിതാ സഹസ്രനാമ യജ്ഞവും ദേവീനാമ ജപവും രാവിലെ 11:30 മുതൽ ഉണ്ടാവും. ഒപ്പം രാവിലെ 7:30 കൊടക്കൽ തളി ക്ഷേത്രത്തിൽ നിന്ന് കാവടിയാട്ടം ആരംഭിക്കുന്നു. തൈപ്പൂയമായതുകൊണ്ട് തന്നെ രാവിലെ 7:30 കാവടിയാട്ടം ആരംഭിക്കും. അതിനൊപ്പം തന്നെ രാവിലെ 10:30 മുതൽ 1 മണി വരെ ഒരു ആണ്ടിയൂട്ട് ഉണ്ട്. അതുപോലെ വൈകിട്ട് 4 മണിക്കും കാവടിയാട്ടം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീചക്ര നവാവരണ പൂജ വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിള ആരതി കാണുന്നതിന് വേണ്ടിയാണ്. നിള ആരതിയും ഇന്നിപ്പോൾ വലിയ കേമമായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. ഇന്നലെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇന്നലെ ഈ നിള ആരതി കുറച്ച് അധികം
മുൻപ് തന്നെ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സാധാരണ ഒരു 6:45-നൊക്കെയാണ് തുടങ്ങാറ് എങ്കിൽ ഇന്നലെ ഒരു 6 മണിക്ക് ശേഷം തന്നെ ആരംഭിക്കുകയുണ്ടായി. 6:10 ആയപ്പോഴേക്കും തന്നെ ഈ നിള ആരതി ചടങ്ങുകൾ ആരംഭിക്കുകയുണ്ടായി. നദീപൂജയ്ക്കൊക്കെ തുടക്കം കുറിക്കുകയുണ്ടായി. കാരണം അത്രയും തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ചടങ്ങുകൾ കുറച്ച് നേരത്തെ ആരംഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ്, ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ഇന്നലെ ഈ നിളാരതിയും മറ്റുമൊക്കെ പങ്കെടുത്തു. എന്താണ് ഇന്നലെ നിളാരതിയിൽ പങ്കെടുത്തു. നിളാരതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മുൻജന്മ സുഹൃതായിട്ടാണ് കാണുന്നത്. ഈ വിരാട ഹിന്ദു ഈ സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ ഹിന്ദുവിൻ്റെയും ഉള്ളിലുള്ള ഒരു ഭക്തിയുടെ ഒരു വലിയ തോതിലുള്ളൊരു അവന് ഓരോരുത്തരുടെ ഭക്തിയാണ്. ആ ഭക്തിയിൽ ലയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇത്തരത്തിലൊരു നിള ആരതി, അതുപോലെ ഈ നാവാമുകുന്ദ ക്ഷേത്രം, ഇതെല്ലാം ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു സ്വത്വമാണ്. ഈ സ്വത്വം എല്ലാ കാലത്തും നിലനിൽക്കണം. ആ സ്വത്വം നമ്മൾ ഓരോ തവണകളിലായിട്ട് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വീണ്ടെടുപ്പുകളാണ് ഹിന്ദു സമൂഹത്തിന് ആവശ്യം. അത്തരം വീണ്ടെടുപ്പുകൾ ഇനിയും ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഹൈന്ദവ സമൂഹത്തിന്റെ സ്വത്വം വീണ്ടെടുക്കുകയാണെന്നുള്ളതാണ്. രാവിലെ നേരത്തെ എത്തി സ്നാനമൊക്കെ ചെയ്തു. സ്നാനമൊക്കെ ചെയ്തു. എങ്ങനെയുണ്ട്? നല്ല ഇതാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും എല്ലാവരും നല്ലതായിട്ട് പെരുമാറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മലപ്പുറം. ഒരുപാട് ആളുകൾ, വിശ്വാസികൾ ക്യൂ നിൽക്കുന്നത്, ക്ഷേത്രത്തിൽ ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം തിരക്ക് നന്നായിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രയും വലിയ നീണ്ട ക്യൂ ഒന്നും ദർശനത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ തൈപ്പൂയവും ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു ദർശനത്തിന് തന്നെ വലിയ ക്യൂ ആണ് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ് ഈ സ്നാനം നടത്തിയതിന് ശേഷം ദർശനത്തിന് ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് വിശ്വാസികളുടെ കൂടെ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടെ കേൾക്കാം. എവിടെ നിന്ന് തരാണ്? നമസ്തേ. ഇന്ന് അത്യപൂർവമായ തിരക്കിലാണ്. ഇനി 3-ാം തീയതി കഴിയല്ലേ, അതിൻ്റെ ഒരു തിരക്ക് കൂടിയാണ്. ഇന്ന് ലീവുള്ള ദിവസം കൂടി ആയതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു വാളണ്ടിയർ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തൊഴുതിട്ട് എന്നും വരാറുണ്ട്, തൊഴാൻ പറ്റാറില്ല. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. സേവാഭാരതി പ്രവർത്തകൻ കൂടിയാണ്. സേവാഭാരതിയുടെ വലിയ മികച്ച പ്രവർത്തനം കൂടെ നമുക്ക് ഈ നിമിഷം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരുപാട് 400-500 വോളണ്ടിയർമാരുണ്ടല്ലേ? അതെ, അതിന് മുകളിലേക്ക് വരും. എന്നും സജീവമായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവാറ്. ഇന്നലെ രാത്രി പോയതാ. ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോകാൻ ഇനി കാണാൻ പറ്റുന്നുണ്ടാവും. എവിടെ നിന്നാണ്? ഞങ്ങളിവിടെ കാലടി തവണൂര്, അവിടെ നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കൊക്കെ പമ്പം തിരക്കാണ്. അങ്ങനെ ലക്ഷത്തിൽ മേലെ ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. ആരതിക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പെലയായിരുന്നു. അപ്പോൾ ബലികർമ്മത്തിന് വന്നാണെന്ന്. അത് ആകെ ജനൻ ടി വിയിൽ മാത്രമേ ഇത് കാണിക്കുള്ളൂ. ഇത്രയും ആത്മീയതക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന വേറെ ചാനലില്ല. ഏത് ചാനലുകൾ ബഹിഷ്കരിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് വമ്പിച്ച വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുംഭമേള. വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സനാതന ധർമ്മത്തിൻ്റെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആ പ്രൗഢോജ്വലമായ തേജസ് നമ്മൾ വീണ്ടെടുക്കുകയാണ് ഈ മഹാമാഘത്തിലൂടെ. വളരെ ഗംഭീര പരിപാടിയാണ്. ഇത്ര ജനങ്ങൾ വന്നിട്ടും ഒരു ഉന്തോ തള്ളോ ഒരു അങ്ങനത്തെ ഒന്നുമില്ല. പോലീസിനും സർക്കാരിനും യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ ഈ മഹാമാഘം നടന്നു പോകുന്നത് ഈ സംസ്കാരത്തിന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിട്ട് നമ്മളിതിനെ കാണുന്നു. മറ്റേ രാഷ്ട്രീയ നേതാക്കളെ ഒന്നും ഇവിടെ കാണുന്നില്ല. അവരുടെ ആവശ്യം നമുക്കില്ല. നമ്മുടെ തന്നെ വിശ്വാസികളായ ലക്ഷോപലക്ഷം ആളുകൾ ഇവിടെ തടിച്ചുകൂടി ഒരു ഉന്തോ തള്ളോ ഒന്നുമില്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലഹരിക്കടിമയായിട്ടല്ല, ഈ സനാതന ധർമ്മത്തിൻ്റെ വീണ്ടെടുപ്പിനായി നമ്മളെല്ലാവരും ഒരുമിച്ച് സഹോദരങ്ങളെപ്പോലെ, ഒരമ്മ പെറ്റ എല്ലാവരും സഹോദരങ്ങളെപ്പോലെ പെരുമാറുന്ന ഈ ഒരു ഏക മനസ്സോടുകൂടിയുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരേ മനസ്സോടുകൂടി, ഒരേ ഭക്തിയോടുകൂടി, ഒരേ ലക്ഷ്യത്തോടുകൂടി എത്തിച്ചേരുന്ന ഈ ഒരു ആനന്ദകരമായ വേള നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു നേരം ഇവിടെ വന്ന് ഈ അനുഭൂതി തിരിച്ചറിയുക മാത്രമല്ലാതെ പറഞ്ഞറിയിക്കുക, വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭൂതിയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഏത് ഭരണകൂടം മറഞ്ഞു നിന്നാലും ഈ കുംഭമേള ഈ ജനങ്ങൾ ഏറ്റെടുത്ത് വമ്പിച്ച വിജയമാക്കി തീർക്കുക തന്നെ ചെയ്യും.
തന്നെയാണ് ഈ അനുഭവങ്ങൾ ഇവിടെ നിന്ന് അനുഭവിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് അവർ ആ പറഞ്ഞ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ അതിരാവിലെ എത്തി ഈ നിളയിൽ സ്നാനം നടത്തുന്നത്, ആ നിളയിലെ സ്നാനത്തിന് ശേഷം പിന്നീട് വിവിധ പരിപാടികൾ, സാംസ്കാരിക പരിപാടികളുണ്ട്. അതുപോലെ തന്നെ വിവിധ പൂജകൾ യജ്ഞശാലയിൽ നടക്കും. ആ പൂജകളിലും മറ്റുമൊക്കെ പങ്കെടുത്ത് അങ്ങനെ അതിന് ശേഷം ഏറ്റവും വൈകുന്നേരത്ത് ആ നിള ആരതി ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ധന്യമാവുന്ന കാഴ്ച. ലോകത്തിനെമ്പാടും നന്മയുണ്ടാവണമെന്ന പ്രാർത്ഥനയിലാണ് ഈ വിശ്വാസി സമൂഹം ഒന്നടങ്കം ഇവിടെ ഒത്തുകൂടുന്നത്. എല്ലാവർക്കും ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ പ്രാർത്ഥനയോടുകൂടെയാണ് ഇവിടെ ഈ ചടങ്ങുകളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം അതുതന്നെയാണെന്നുള്ളതാണ്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ നിള ആരതിക്ക് തന്നെ നമ്മൾ കണ്ടതാണ്, ലക്ഷങ്ങളാണ് നിള ആരതിക്ക് ഇന്നലെ തടിച്ചുകൂടിയത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നും ആരംഭിച്ച നിള ആരതിക്കുള്ള ക്യൂ അത് പ്രധാന റോഡിലേക്ക് കുറ്റിപ്പുറം തിരൂർ പാതയിലേക്ക് ഉൾപ്പെടെ നീളുന്ന തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നിപ്പോഴേതായാലും കഴിഞ്ഞ 15 ദിവസമായി നമ്മൾ ജനം TV സംഘം ഈ തിരുനാവായിൽ ഈ 15 ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് ലൈവിന് കാണുന്ന ഏറ്റവും വലിയ തിരക്കാണ് ഇന്നത്തേത് ക്ഷേത്രമുറ്റത്ത് എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ ഇന്നത്തെ തിരക്ക് ഏതായാലും വ്യക്തമാണ്. ഇന്ന് വൈകിട്ടത്തെ നിള ആരതിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളതിൽ സംശയമില്ല. റൈറ്റ്. അരുണാലത്തൂരും സംഘവും ദിവസങ്ങളായി അവിടെയുണ്ട്. ഒപ്പം ഇടയ്ക്ക് സഹായത്തിന് ശിവദാസ് കന്മനവും എത്തിയിരുന്നു. തുടർച്ചയായി ഒരൊറ്റ ചടങ്ങും മുടങ്ങാതെ, ഒരു പ്രശ്നം പോലും ഇല്ലാതെ തുടർച്ചയായി തത്സമയം ഈ സംപ്രേഷണം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി അരുണാലത്തൂർ. ഇന്ന് പലവട്ടം അരുണിലേക്ക് പോകേണ്ടി വരും ബജറ്റ് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് അറിയാനായിട്ട്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. സദാനന്ദൻ, നെടുതുലം ജി, ശശി CR, സാരഥി, സന്ദീപ് ജി, ഉഷ നല്ലൂർ, രാജൻ ചങ്ങാട്ട്, അജിത് ഭാസ്കർ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ അഭിവാദ്യങ്ങൾ കണ്ടു. എല്ലാവർക്കും നമസ്തേ. രാഖിക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, പതിവ് പിള്ളജി മുഖത്ത് എന്താ ഒരു ഉന്മേഷം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മുഖത്ത് എന്തൊക്കെയോ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. എന്തായാലും നന്നായിട്ടുണ്ട് എന്നൊരു കോംപ്ലിമെന്റ് കൂടി അറിയിക്കുന്നുണ്ട് അദ്ദേഹം. ഏതായാലും ബജറ്റാണല്ലോ, ഇനിയും പുതിയ കുതിപ്പിനൊരുങ്ങുകയാണല്ലോ. ഞാനും കാശ് നോക്കിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. സന്ദീപ് ജി,